ഇന്ന് നമ്മൾ പോകുന്നത് പീച്ചി ഡാമിലേക്കാണ്. അടുത്ത പ്രാവശ്യം മലമ്പുഴ ഡാം പോവാം. ഇതാണ് തൃശ്ശൂർ ബൈപ്പാസ് പാലക്കാട് റോഡ്. പീച്ചി ഫോറസ്റ്റ് ഡിവിഷനിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വനമാണ്, ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട്, മരങ്ങൾ കാട്ടുമരങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ നിൽക്കുകയാണ്. ഇതാണ് പീച്ചി ഡാം. പീച്ചി ഡാമിൻ്റെ റോഡിലേക്ക് നമ്മൾ കയറി നടക്കുകയാണ്. ഇവിടെ മ്യൂസിയം, ബോട്ടിംഗ് എന്നിവയുണ്ട്. തട്ടേക്കാട് ദുരന്തത്തിന് ശേഷം ബോട്ടിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. പീച്ചി, വാഴാനി, എരട്ട അണക്കെട്ടുകളാണ്. അതിൽ വാഴാനിയുടെ ഡോക്യുമെൻ്ററി നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇത് പീച്ചി അണക്കെട്ടാണ്. പീച്ചിയിൽ വെള്ളം കൂടുതലാണ്, അതുകൊണ്ട് തന്നെ ഡാം തുറന്നു വിട്ടിരിക്കുകയാണ്. പീച്ചി അണക്കെട്ട് ഒരു വന്യജീവി സംരക്ഷണ കേന്ദ്രം കൂടെയാണ്. പുറകിൽ കാണുന്ന മലകൾ കാടാണ്, കാട് നിറച്ചും ഫോറസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് മുഴുവൻ മൃഗങ്ങളാണ്. ബോട്ടിങ് പോകുമ്പോൾ നമുക്ക് ആ മൃഗങ്ങളെ കാണാൻ പറ്റുന്നതാണ് സാധാരണ. ഇതിൻ്റെ താഴ്ച ഒരു 100 അടി എങ്കിലും കാണും. ഒരു മനുഷ്യൻ്റെ പൊക്കം 6 അടി. ഇതിൽ പോയാൽ പിന്നെ പ്രതീക്ഷ വിട്ടേച്ചാൽ മതി. പീച്ചി ഡാമിൻ്റെ വാച്ച് ടവറിൻ്റെ പടികൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യം അതിമനോഹരമായിരിക്കും. ഇത് 18ാം പടിയിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ്. കുത്തനെയുള്ള കയറ്റായതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോയലിനും തടിയന്മാർക്ക് മാത്രം, വണ്ണമില്ലാത്തവർക്ക് ഇങ്ങനെ ഓടിക്കയറാണ്. പീച്ചി ഡാമിൻ്റെ ദൂരദൃശ്യം ഇതാണ്. അണക്കെട്ട് ചുറ്റും കാണുന്നത് കാട്, കൊടും വനം, സിംഹം, പുലി, കരടി, ചെന്നായ് ഒളിച്ചിരിക്കുന്ന ആ വനം. പീച്ചി വനമാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ കൊടും വനമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാം. പീച്ചി വനത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. സിംഹത്തിൻ്റെയോ പുലിയുടെയോ ഗർജനം കേട്ടാൽ ഭയപ്പെടേണ്ട. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ നോയൽ ജോ നിങ്ങളുടെ കൂടെയുണ്ട്. പീച്ചി ഡാമിൻ്റെ വെള്ളം വീഴുന്ന ഭാഗത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിമനോഹരമായ സ്ഥലം. This is unbelievable. The tremendous force with which water is falling, and that is Vimal Satyan. This is the potential energy that is converted into kinetic energy to generate electricity. അവച്ചേട്ടുണ്ട്. അതിൻ്റെ ഒറിജിനൽ സൗണ്ടുള്ള മൃഗമൊക്കെ വരും. സിംഹത്തിൻ്റെയോ പുലിയുടെയോ ഗർജനം കേട്ടാൽ ഭയപ്പെടേണ്ട. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ നോയൽ ജോ നിങ്ങളുടെ കൂടെയുണ്ട്. എന്തിനത് നമുക്കൊരു ചോടാമല്ലോ. കാട്, കറുത്ത കാട്, വനങ്ങളേറെ. വീഡിയോ അമ്മത്തിൻ്റെ സ്വരം ഒന്നുകൂടെ പാടാമോ? കാട്, കറുത്ത കാട്.